സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന വാഹന അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി പോലീസും അതുപോലെ MVDയും ചേർന്ന് സംയുക്ത വാഹന പരിശോധന നടത്തുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലാരിവട്ടം പാലത്തിന് സമീപമാണ്. ഈ പ്രദേശം തന്നെ നിരന്തര അപകടങ്ങൾ ഉണ്ടാകുന്ന ഭാഗമാണ്. ഇപ്പോൾ ഇവിടെ വരുന്ന വാഹനങ്ങൾ MVDയും പോലീസും ചേർന്ന് തടഞ്ഞു നിർത്തി ഇതിന്റെ രേഖകൾ പരിശോധിച്ച് ഏതെങ്കിലും നിലയിൽ രേഖകളില്ലാത്ത വാഹനങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അതിന് ഇപ്പോൾ തന്നെ ഫൈൻ അടപ്പിച്ച് അതുപോലെ തന്നെ മറ്റ് നിലയിലുള്ള ഉപദേശങ്ങൾ കൊടുത്തു വിടുന്ന ഒരു മൃദു സമീപനമാണ് ഇന്ന് എന്തായാലും ചെക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ളത്. വലിയ കടുത്ത നടപടികളിലേക്കും കാര്യങ്ങളിലേക്കും പോകുന്നില്ല. പക്ഷേ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ശക്തമായ നടപടികൾ ഈ ട്രാഫിക് വയലേഷൻസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന നിർദ്ദേശം കൂടി നൽകുന്നുണ്ട് ഓരോ ഡ്രൈവർമാർക്കും. ഈ പോലീസും അതുപോലെ തന്നെ MVDയും വലിയ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും എല്ലാം തന്നെ തടഞ്ഞു നിർത്തി കൃത്യമായ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തെല്ലാം കാണാം MVDയും പോലീസും ചേർന്നുള്ള സംയുക്ത പരിശോധനകൾ തുടരുന്നത് കാണാം. ഈ വാഹനാപകടങ്ങൾ കൂടുന്ന പശ്ചാത്തലത്തിൽ ഇതിന്റെ പ്രധാന കാരണം ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്നും വരുന്ന വീഴ്ചകൾ തന്നെയാണെന്ന കണ്ടെത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഇപ്പോൾ പോലീസും MVDയും കടന്നിരിക്കുന്നത്. ഇന്നത്തെ പരിശോധനയിൽ പ്രധാനമായും എന്താണ്, ഈ പരിശോധനകൾ മാത്രമാണോ അതോ കടുത്ത നടപടികളിലേക്ക് പോകുന്നുണ്ടോ? പരിശോധനയോടൊപ്പം തന്നെ കാണുന്ന ഒഫൻസുകൾക്ക് ഫൈൻ അടപ്പിക്കുന്ന കൂടിയുണ്ട്. ബോധവൽക്കരണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അതിന്റെ കൂടെ ഫൈനും കൂടി ഈടാക്കുന്നുണ്ട്. ഇതിപ്പോ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ പാലാരിവട്ടം പാലത്തിന്റെ ഭാഗത്ത് നിരന്തര അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ്. കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത് അല്ലേ? ഇപ്പൊ കൊച്ചിയിലെ ബ്ലാക്ക് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച നിലയിൽ തന്നെയാണ് ഇപ്പോഴും ഈ നടക്കുന്ന പരിശോധന. അതെ, ബ്ലാക്ക് സ്പോട്ടുകൾ ഏതെങ്കിലും നിലയിലുള്ള ഒഫൻസുകൾ ഇപ്പോൾ നിലവിൽ നടന്ന പരിശോധനകൾ കണ്ടെത്തുന്നുണ്ടോ? ഇന്നിപ്പം നിന്നപ്പോൾ സാമാന്യമായിട്ട് നമുക്ക് സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ് അതുപോലെ തന്നെ നമ്മള് ലൈൻ ട്രാഫിക്കുകളാണ്. ലൈൻ ട്രാഫിക് ഇൻഡിക്കേറ്റർ ഇടാതെ വാഹനങ്ങൾ ലൈൻ തെറ്റിച്ചു പോകുന്നതൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. പിന്നെ വാഹനങ്ങളുടെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കിയിട്ടാണ്, അങ്ങനെയുള്ള ലൈറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നിപ്പോ ഇതിപ്പോ ഒന്നാം ഘട്ടം എന്ന നിലയിലായിരിക്കുമല്ലോ ഇന്നത്തെ പരിശോധന അല്ലേ? ഇനിയിപ്പം മുന്നോട്ട് എങ്ങനെയായിരിക്കും പരിശോധനകൾ? റോഡ് സുരക്ഷയ്ക്ക് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ചെക്കിംഗ് ആയിരിക്കും. 15-ാം തീയതി വരെ നമ്മൾ മുന്നോട്ട് പോകും. അത് പോലീസും MVDയും സംയുക്തമായി തന്നെ ആയിരിക്കും വരുന്ന പരിശോധനകളും? അതെ, സംയുക്തമായിട്ടായിരിക്കും. എന്തായാലും ഈ ഭാഗം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ഇതൊരു ബ്ലാക്ക് സ്പോട്ടാണ്. കൊച്ചിയിലെ പ്രധാനപ്പെട്ട ബ്ലാക്ക് സ്പോട്ടുകളിൽ ഒന്നുകൂടിയാണ് പാലാരിവട്ടം പാലം. ഇതുപോലെ നിരന്തര അപകടങ്ങൾ ഉണ്ടാകുന്ന ബ്ലാക്ക് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നിലവിൽ പരിശോധനകൾ നടക്കുന്നത്. പല വാഹനങ്ങളും പേപ്പറില്ലാത്ത വാഹനങ്ങൾ ഇപ്പോൾ വരികയും അത് ഓഫീസർമാർ തടഞ്ഞു നിർത്തി പരിശോധിച്ച് അതിന്റെ ഫൈൻ ഇട്ടു പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്ന അപകടങ്ങളിൽ പലതിലും അല്ലെങ്കിൽ ഭൂരിഭാഗം അപകടങ്ങളിലും ഡ്രൈവർമാരുടെ അശ്രദ്ധ, ഉറങ്ങിപ്പോകുന്നതോ അല്ലെങ്കിൽ ഡ്രൈവർമാരുടെ പരിചയക്കുറവോ അല്ലെങ്കിൽ അത്തരത്തിൽ ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്ന് വരുന്ന പല വിധങ്ങളിലുള്ള വീഴ്ചയാണ് അപകടങ്ങളിലേക്ക് നയിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്തായാലും പോലീസും MVDയും സംയുക്തമായി ഇത്തരത്തിലൊരു പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. നിലവിൽ എന്തായാലും നിർദ്ദേശങ്ങൾ നൽകി, ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി ചെറിയ ഫൈനൊക്കെ ഇട്ടുകൊണ്ടുള്ള നടപടികൾ മാത്രമേ ഇന്നത്തെ പരിശോധനയിലുള്ളൂ. പക്ഷേ രണ്ടാം ഘട്ട പരിശോധനയിലേക്ക് എത്തുമ്പോൾ കടുത്ത നടപടികൾ, അതായത് ട്രാഫിക് വയലേഷൻസ് ആവർത്തിക്കുന്ന, ഒരു തവണ ഇപ്പോൾ ട്രാഫിക് വയലേഷൻ കണ്ടെത്തിയ വാഹനങ്ങൾ പിന്നീടും അത് ആവർത്തിക്കുകയാണെങ്കിൽ കടുത്ത നടപടിയിലേക്ക് പോകുമെന്നും MVD എന്തായാലും അറിയിക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.